അപൂർവം തോറ്റുപോയ ഒരു റിസൾട്ടിന് ശേഷം ഉണ്ടാകാം. ഇതൊരിക്കലും നിങ്ങളുടെ മക്കളുടെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു ഘടകമേ അല്ല. മെയ് 15-ന് നമ്മുടെ SSLC റിസൾട്ട് വരികയാണ്. അപൂർവം തോറ്റുപോയ ഒരു റിസൾട്ടിന് ശേഷം ഉണ്ടാകാം, അല്ലെങ്കിൽ വിചാരിച്ച പോലെ A+ കിട്ടാത്തവരോ, തീരെ A+ കിട്ടാത്തവരോ, ഫുൾ A+ കിട്ടിയവരോ, A+ കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടാത്തവരോ ഒക്കെ ഉണ്ടാവാം. ഈ പരീക്ഷ ജസ്റ്റ് ഒരു എക്സാം മാത്രമാണ്. ഈ A+കളുടെ ആ ഒരു ബാച്ച് തുടങ്ങിയ രണ്ടാമത്തെ ബാച്ചാണ് ഞങ്ങളെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ A+ അല്ലെങ്കിൽ നന്നായിട്ട് A+ കിട്ടിയവരെക്കാളും ലൈഫിൽ സക്സസ് ആയിട്ട് കാണാനുള്ളത് A+ന്റെ എണ്ണം കുറഞ്ഞവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് കടമ്പ മാത്രമാണ്. നമ്മളൊരു എക്സാം നടത്തുന്നത് മാത്രം. ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ SSLC എക്സാം എന്നുള്ളതൊക്കെ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മുടെ അനലൈസ് ചെയ്യാനുള്ള ഒരു പരീക്ഷയായിട്ട് മാത്രം ഇതിനെ കാണാം. വലിയ രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളും ഒന്നും വേണ്ട. പാരന്റ്സിനാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നിങ്ങളെ മക്കളെക്കാൾ കൂടുതൽ A+ അപ്പുറത്തും കിട്ടിയവരുണ്ടാകാം. മക്കൾക്ക് പ്രഷർ കൊടുക്കരുത്. ഇതൊരു ഘട്ടമായിട്ട് മാത്രം കാണാം. എന്ത് റിസൾട്ട് ഉണ്ടെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഉറപ്പുവരുത്തുക. ആര് കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു എക്സാം ആണ്. നമ്മുടെ മക്കൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു പബ്ലിക് എക്സാം ആണ്. അതിന്റെ ഒരു ലാഘവം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ രീതിയിൽ മാത്രം കാണാം. ഇതൊരിക്കലും നിങ്ങളുടെ മക്കളുടെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു ഘടകമേ അല്ല. അപ്പൊ എല്ലാ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്.